നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല അറിവുകളും ഉണ്ടാകാം. എന്നാൽ നാം നേടിയതും നമ്മുടെ കഴിവുകൾക്കും അപ്പുറത്ത് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപക്ഷെ നാം ഭാരപ്പെട്ടേക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ പ്രകാരം പല സാഹചര്യങ്ങളും കടന്നു വരുമ്പോൾ അവിടെയെല്ലാം നമ്മെ സഹായിക്കുന്ന, നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മെ എക്വിപ്പ് ചെയ്യുന്ന ദൈവ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായ പരാജയങ്ങൾ കടന്നു വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം വിജയം കാണുവാൻ ദൈവശബ്ദത്തിന് കാതോർക്കേണ്ടത് ആവശ്യമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്നത് ഈ ലോകത്ത് വിജയകരമായ ഒരു ജീവിതം നാം നയിക്കണം എന്നത് മാത്രമല്ല, നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുക എന്ന ദൈവിക പദ്ധതി കൂടി ദൈവാത്മാവ് നിർവഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന അകൃത്യങ്ങളും പാപങ്ങളും ഈ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു എങ്കിൽ അവിടെ നമ്മുടെ ഹൃദയത്തെ പുതുക്കി ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ആയിത്തീർന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നാം മാറ്റപ്പെടണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിന്റെ 2-ാം പകുതിയിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിന് മരിക്കുന്നു? ദൈവം സ്നേഹിച്ച ജനം നാശത്തിലേക്ക് കടന്നു പോകുന്നതിന് പകരം നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട് എന്ന് ദൈവാത്മാവിനാൽ പ്രവാചകൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നാം മാറ്റപ്പെടണമെങ്കിൽ പ്രധാനമായും 2 കാര്യം നടക്കേണ്ടതുണ്ട്. ഒന്ന്, ദൈവം നൽകുന്ന പുതിയൊരു ഹൃദയത്തിന്റെ ഉടമയാകണം. മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമാണ് എങ്കിലും ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദൈവിക ശബ്ദമനുസരിച്ച് നാം ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവമേ, എനിക്കെന്നെ സഹായത്തിന് ആരുമില്ല, അങ്ങനെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുമ്പോൾ നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ശുദ്ധരാകുകയും ദൈവത്തിന്റെ മകനും മകളുമായി മാറുകയും ചെയ്യുകയാണ്. അപ്രകാരം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിലുള്ളത് അറിയുവാൻ, ദൈവഹൃദയം അറിയുവാൻ നമുക്ക് കഴിയും. പല കാര്യങ്ങളും ശ്രമിച്ച് പരാജയപ്പെട്ട അവസ്ഥയ്ക്കൊരു മാറ്റം വന്ന് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുവാൻ തുടങ്ങും. അതെ, ജീവിതയാത്രയിൽ ദൈവിക നന്മകൾ നാം അനുഭവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സകലത്തിൽ നിന്നും പുറത്തു വരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കി, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി, മാംസമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. മനുഷ്യർക്ക് തന്നെത്താൻ ചെയ്യാൻ കഴിയാത്തതും മനുഷ്യർക്ക് ചെയ്യാനാകാത്തതുമായ ഈ കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് പ്രവാചകനിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, ശത്രുവായവൻ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിടുന്ന ചിന്തകൾ മുഖേന നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നെങ്കിൽ, ഇന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. നിങ്ങൾ ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. ദൈവിക പദ്ധതികൾ നാം തിരിച്ചറിയണമെങ്കിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ നാം വിജയം കാണണമെങ്കിൽ നമ്മോട് കൂടെ ഇരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ നാം അവഗണിക്കരുത്. നാം നശിച്ചു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവിക ശബ്ദം നമ്മെ ഉണർത്തുന്ന പല സമയങ്ങളും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവ സാന്നിധ്യം നാം അനുഭവിക്കണമെന്നും ദൈവിക കരുതൽ നാം തിരിച്ചറിയണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ ഉറക്കം കളയുന്ന, നമ്മുടെ ഹൃദയത്തിലെ സകല വിഷയങ്ങളെയും ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് നാം ഒന്ന് ഫ്രീ ആകണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. രാജാതിരാജാവും കർത്താതി കർത്താവുമായ ഈ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും മറച്ചു വെക്കേണ്ടതില്ല. ഈ ദൈവത്തോട് നാം നമ്മുടെ വിഷയങ്ങൾ തുറന്നു പറയുവാൻ തയ്യാറാണെങ്കിൽ, യേശുവിന്റെ മുമ്പാകെ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരിക തന്നെ ചെയ്യും. ഈ ദൈവം സാധ്യതകൾ നോക്കിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എല്ലാ സാധ്യതകളും അസ്തമിച്ചാലും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവജനെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. അതെ, ഈ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. എന്നോടൊപ്പം ചേർന്നൊന്ന് പറയാമോ? എന്റെ ജീവിതയാത്രയിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ അനുഭവിക്കുമെന്ന് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ആ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ഈ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു
വരുമ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സകല സംശയങ്ങളും എടുത്ത് വെളിയിൽ കളയേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് ഒന്നും സംശയിക്കാതെ എന്റെ ദൈവം പ്രവർത്തിക്കും, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും എന്ന വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നാം കാര്യങ്ങൾ ഉണർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യാക്കോബ് 1:6-7 വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ദൈവത്തിന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സംശയിക്കാതെ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഇറക്കി വെക്കാം. എന്റെ ദൈവത്താൽ ഇത് സാധിക്കുമെന്ന് നമുക്ക് പറയുവാൻ തുടങ്ങാം. ജീവിതയാത്രയിൽ സകലതും അസാധ്യമെന്ന് പറയുമ്പോഴും നമ്മുടെ സകലരും ഇംപോസിബിൾ എന്ന് പറയുമ്പോഴും നിരാശപ്പെടരുത്. കാരണം സകലത്തിന്റെ മേലും നിയന്ത്രണമുള്ള ജീവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന സകല ദുഷ്ടന്റെ ചിന്തകളെയും നമുക്കൊന്ന് എടുത്ത് വെളിയിൽ കളയാം. എന്നിട്ട് ഒരു പുതിയ ഹൃദയം നാം പ്രാപിക്കാം. ദൈവം നൽകുന്ന ചിന്തകളാകട്ടെ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത്. അങ്ങനെ ദൈവാത്മാവിന്റെ ശബ്ദത്തിന് മുമ്പാകെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-8 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ യേശു ക്രിസ്തുവിനെ നമുക്ക് അനുവദിക്കാം. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ ദൈവത്തിലെ ഞാനൊരു കാര്യം ഉറപ്പ് പറയാം. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാ ഈ ജീവിക്കുന്ന ദൈവം. നിരാശപ്പെടരുത്. കയ്യിലുള്ളത് വെച്ച് കണക്ക് കൂട്ടി നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം പറഞ്ഞിട്ട് ചുവടുകൾ വെച്ചതാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ മേലൊരു നീക്കുപോക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. ആരും സഹായിച്ചില്ല എന്നതല്ലേ നിങ്ങളുടെ നിരാശ? സാരമില്ലെന്നേ, മാനുഷിക സഹായങ്ങൾക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതിന്റെ അപ്പുറത്ത് അഖിലചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതയാത്ര ധൈര്യമായി മുന്നോട്ട് നയിക്കണം. ഈ ദിവസങ്ങളിൽ ദേശങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമായി മാറും. കാരണം യേശുവ നിങ്ങളുടെ കൂടെയുള്ളത്. മുറിപ്പെടുത്തുന്ന വാക്കുകളും നിന്ദകളും പരിഹാസങ്ങളും കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാതെ, അതിന് പ്രതികാരം ചെയ്യണമെന്നുള്ള ആഗ്രഹം നാം കൊണ്ടു നടക്കാതെ സകലതും നിർവഹിക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നാം ഒന്ന് ഫ്രീ ആകണം. ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന നമ്മുടെ ആയുസ് സന്തോഷത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്നും ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരോട് പറയുന്നവരാകണമെന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ജീവിതയാത്രയിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളുടെ മേലെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഈ ജനം അനുഭവിച്ചറിയട്ടെ. ശത്രുവായവൻ കൊണ്ടുവന്നിടുന്ന സകല ചിന്തകളുടെ മേലും അവന്റെ സകല പദ്ധതികളുടെ മേലും ദൈവികമായൊരു നീക്കുപോക്കും ദൈവത്തിന്റെ പ്രവൃത്തിയും ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. ഈ ജനം ദേശത്ത് ഒരു അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മാനമഹത്വം അങ്ങയ്ക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവത്തിലെ യേശുവുണ്ട് നിങ്ങളുടെ കൂടെ. അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകുകയില്ല. നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.